ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ OnePlus 12 അതേപോലെ നമ്മുടെ OnePlus Nord CE4 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആണ് കൂടി ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരിലും എക്സാക്ട് സെയിം ആയിട്ടുള്ള Oxygen OS 14 ആണ് രണ്ടുപേർക്കും. ഞാൻ ജസ്റ്റ് സെറ്റിംഗ്സ് കാണിച്ചു തരാം. സെറ്റിംഗ്സ് ആൻഡ് അബൌട്ട് ഡിവൈസ് യു ക്യാൻ സി Oxygen OS 14 ആണ് ആൻഡ് ജസ്റ്റ് സെയിം വിത്ത് ദ OnePlus 12. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സ്ക്രീൻ ഓഫ് ആണ്, പക്ഷേ ഈ ഓഫ് സ്ക്രീനിൽ പോലും നമുക്ക് ഇൻസ്റ്റന്റ് കുറേ ആപ്സ് ഇട്ട് പോകാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു അപ്പാരോ ഡ്രോ ചെയ്യാം കേട്ടോ. യു ക്യാൻ സി അപ്പാരോ കണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് ഡയറക്റ്റ് ഗൂഗിൾ പേയിട്ട് പോയി. ഇനി ഞാനൊരു ഡ്രോ ചെയ്യുക. സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഡ്രോ ചെയ്തു. യു ക്യാൻ സി ഇൻസ്റ്റന്റ് മാപ്സ് ഇട്ട് പോയി. ഇനി ഞാൻ ജസ്റ്റ് ഡബ്ല്യൂ ചെയ്യാം. ഡബ്ല്യൂ കണ്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ഇട്ട് വന്നു. എനിക്ക് ടോർച്ച് ഓൺ ചെയ്യണം. യു ക്യാൻ സി ടോർച്ച് ഓൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു വി ഡ്രോ ചെയ്യുക. ടോർച്ച് ഓൺ ആയി. ഞാൻ ജസ്റ്റ് ഒരു വി ഒന്നോ ഡ്രോ ചെയ്യുക, ടോർച്ച് ഓഫ് ആയി. ഇൻസ്റ്റന്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്രം ദ സ്ക്രീൻ ഓഫിൽ തന്നെ ഓൺ പോകാൻ പറ്റും. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവാം. ജസ്റ്റ് നമ്മുടെ അഡി സെറ്റിംഗ്സിൽ പോവാം. അവിടെ നമുക്ക് ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. യു ക്യാൻ സി സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് ആണ് ഈ കാണുന്ന ഫംഗ്ഷൻസ് മൊത്തം കിടക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഓഫ് ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ ഓർ ഓഫ് ദി സ്ക്രീൻ, അത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത് ഓ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാമറ ആയിട്ട് പോകാനുള്ള ഓപ്ഷൻ. പിന്നെ വി ഡ്രോ ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവാനും ഓഫ് ആവാനുള്ള ഓപ്ഷൻ. ജസ്റ്റ് ഇത് ടേൺ ഓൺ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ലെഫ്റ്റ് ആരോ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഈ ലെഫ്റ്റ് ആരോ അല്ലെങ്കിൽ റൈറ്റ് ആരോ ഡ്രോ ചെയ്താൽ പാട്ട് പ്രീവിയസും നെക്സ്റ്റും ആവാനുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്ന 3 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ അപ്പ് ആരോ. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആൻഡ് ആപ്പ് കൊടുക്കുക. ഇഷ്ടമുള്ള നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി, BGMI, ആസ്വാദനം അങ്ങനെ കളിക്കുന്നവരാണ് ജസ്റ്റ് ആ 3 ആപ്സിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റത്തിൽ ഞാൻ ഇപ്പോൾ ഒരു ക്രോം കൊടുത്തു വെച്ചു. ആൻഡ് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ടേൺ ഓൺ ചെയ്യുക, എന്നാലാണ് ആക്ടിവേറ്റ് ആവുള്ളൂ. അതേപോലെ ഡ്രോ അത് ഞാൻ കസ്റ്റമൈസ് ഇഷ്ടമുള്ള ആപ്പ് ഇട്ടാക്കി. എന്നിട്ട് അത് ടേൺ ഓൺ ചെയ്യുക. ആൻഡ് ഡ്രോ W സെയിം. അപ്പോൾ നിങ്ങൾക്ക് 3 ആപ്സ് ഇട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ കിട്ടും. അതാണ് നമ്മുടെ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സിമ്പിൾ ആണ്. ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ, ദാറ്റ്സ് എ സ്ക്രീൻഷോട്ട്. പക്ഷേ പാർട്ടിൽ സ്ക്രീൻഷോട്ട് ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഈ പോർഷനിലൊരു ഡേറ്റ ഇച്ചിരി കോൺഫിഡൻഷ്യൽ. ദാറ്റ് മീൻസ് ഇത് ഷെയർ ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് അയക്കുന്ന ആൾ ഇത് മാത്രമേ കാണും. യൂഷ്വലി നമ്മളത് ഒരു ഫുൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ അത് ക്രോപ്പ് ചെയ്ത് മാറ്റും. അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇച്ചിരി റിസ്ക് ആണ്. എഡിറ്റ് കൊണ്ടുപോയി ചെയ്തിട്ടൊക്കെ കുറച്ച് ടാസ്ക് ആണ്. പക്ഷേ ഇതിനതൊന്നും വേണ്ട. ജസ്റ്റ് ഇത് ടച്ച് ആൻഡ് ഹോൾഡ് വിത്ത് 3 ഫിംഗേഴ്സ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ സ്ക്രീൻഷോട്ട് എനേബിൾ ആവും. ഐ വിൽ ഷോ യു. ജസ്റ്റ് പ്രസ് 3 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രാഗ് ചെയ്യാൻ പറ്റുന്ന ഏരിയ വരും. ഏത് ഏരിയ ആണോ വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് ഏത് ഏരിയ ആ ഏരിയ മാത്രം എടുത്ത് സെലക്ട് ചെയ്തു. കണ്ടോ, സെലക്ട് ആയല്ലോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ എന്തെങ്കിലും എഴുതണോ? ദാറ്റ് മീൻസ് ഇപ്പം നോട്ടാണ്, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അതുപോലെ ഇഷ്ടമുള്ള പെൻ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. യു ക്യാൻ സി ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ, ഓക്കെ, ആൻഡ് ഇഷ്ടമുള്ള പെൻ സ്റ്റൈൽസ് അതനുസരിച്ച് തിക്നെസ് കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഏത് രീതിയിലുള്ള ഫോൺ സൈസ് ആൻഡ് തിക്നെസ് ഒക്കെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അതിന്റെ മേളിൽ ഇപ്പം നോട്ട് ജസ്റ്റ് ടിക്ക് കൂടുക. അപ്പോൾ ഈ രീതിയിൽ ആ സ്മോൾ സ്ക്രീൻഷോട്ട് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ പാർഷ്യൽ സ്ക്രീൻഷോട്ട്. ഓൾവേസ് ഡിസ്പ്ലേ ഓൺ ആയിക്കോട്ടെ ഓഫ് ആയിക്കോട്ടെ, എന്നാലും നമ്മൾ ഈ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സിന്റെ ഫീച്ചർ വർക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഫോണിൽ നോഡ് C4 ഓൾവേസ് ഡിസ്പ്ലേ ഓൺ ആണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് അപ്പാരോ ഡ്രോ ചെയ്യാണ്. യു ക്യാൻ സി ഇൻസ്റ്റന്റ് ആയിട്ട് ആപ്പിട്ട് ഞാൻ സെലക്ട് ചെയ്ത ആപ്പിട്ട് പോകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫീച്ചർ. ദാറ്റ് മീൻസ് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ പോകട്ടോ. ജസ്റ്റ് ഫോൺ എടുക്കുന്നു, ജസ്റ്റ് ഉണ്ടോ, ഇൻസ്റ്റന്റ് 2 ഫോണും ഹോം സ്ക്രീൻ. ദാറ്റ് മീൻസ് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫോൺ ലോക്കാണ്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ലോക്കായിട്ട് ടേബിൾ ഇരിക്കുകയെന്ന് വെച്ചു. ജസ്റ്റ് ഞാൻ ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് 2 ഫോൺ അൺലോക്ക് ആയി. സോ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഡയറക്റ്റ് നമ്മുടെ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സ് ആൻഡ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അഡി സെറ്റിംഗ്സ് തന്നെ പോവുക. അവിടെ തന്നെ നമ്മളിപ്പോൾ എടുത്ത സെയിം ലൊക്കേഷൻ ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസിനകത്ത് റേസ് ടു വേക്ക് എനേബിൾ ചെയ്യുക. ആൻഡ് രണ്ടാമത് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് പോവുക. എന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്കകത്ത് വരിക. എന്നിട്ട് അവിടെ നമ്മുടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ഡിവൈസ് അൺലോക്ക്. അതിനകത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതായത് ഫിംഗർ പ്രിന്റ് ആൻഡ് ഫേസ് അൺലോക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ആപ്പ് ലോക്ക് സെറ്റ് മീൻസ് ഫോണിന്റെ ലോക്ക് സെറ്റ് ചെയ്യുന്നത് ലോക്ക് ഡെഫിനറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് പാറ്റേൺ ഡ്രോ ചെയ്തോട്ടെ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഫേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഓഫ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് റേസ് ടു വേക്ക് എന്നുള്ള ഫീച്ചർ കാരണം ഓട്ടോമാറ്റിക്കലി ഫോൺ എടുക്കുമ്പോൾ തന്നെ അൺലോക്ക് ആയി. പക്ഷേ ഈ സ്ക്രീൻ ലോക്ക് സ്ക്രീനിൽ നിൽക്കുക. ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രമാണ് തിരിച്ച് നമ്മൾ ഹോം സ്ക്രീൻ പോകും. പക്ഷേ നമ്മൾ വൺസ് ഇഫ് യു ജസ്റ്റ് ഇവിടെ നമ്മൾ പോയിട്ട് എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോ നീഡ് വരും. ഡയറക്റ്റ് ആയിട്ട് എപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ അപ്പം തന്നെ നമ്മുടെ ഹോം സ്ക്രീൻ സെയിം വിത്ത് OnePlus Nord യു ക്യാൻ സി. സോ അപ്പം തന്നെ ഇൻസ്റ്റന്റ് പറ്റും. ഇനി അഗെയിൻ ബാക്ക് ടു സം ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ്. നമ്മൾ ആ സെയിം ലൊക്കേഷൻ തന്നെ ദാറ്റ് മീൻസ് സെറ്റിംഗ്സിനകത്ത് നമ്മുടെ അഡി സെറ്റിംഗ്സിനകത്ത് പോയിട്ട്
ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എടുക്കുക. അവിടുത്തെ ലാസ്റ്റത്തെ 3 ഓപ്ഷൻസ്. ഒന്നാമത്തെ ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കോൾസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഇൻകമിംഗ് കോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, മീൻസ് റിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫോൺ എടുത്തിട്ട് ചെവി വയ്ക്കുക, അപ്പം തന്നെ ഫോൺ ആൻസർ ആയിരിക്കും. അതാണ് ഈ ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കോൾസ് ടേൺ ഓൺ ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ഓട്ടോ സ്വിച്ച് ടു റിസീവ്. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങളൊരു റൂമിലിരുന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടോ സമ്മൺ പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ റൂമിലിട്ട് അല്ലെങ്കിൽ വാട്ട് ഓഫീസ് ലൊക്കേഷൻ എവിടെ ആയിക്കോട്ടെ കയറി വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് നിങ്ങൾ പിന്നെ ഡെഫിനറ്റ്ലി സ്പീക്കറിൽ സംസാരിക്കുമ്പോൾ മോസ്റ്റ്ലി ഫോൺ ഓഫ്, ഇതിന് സ്ക്രീൻ ഓഫ് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻ ഓൺ ആക്കി അൺലോക്ക് ചെയ്ത് പിന്നെ വേണം നമ്മൾ ജസ്റ്റ് സ്പീക്കർ ഓൺ ഓഫ് ആകാൻ. സോ ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം. സോ അങ്ങനെ സിനാരിയോസിൽ ജസ്റ്റ് ഈ സെയിം സമയം ജസ്റ്റ് ഫോൺ എടുത്ത് നേരെ ചെവി വയ്ക്കുക. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്പീക്കറിന് ഡയറക്റ്റ് ഇയർ പീസ് ഇട്ട് മാറിക്കോളൂ. അതാണ് നമ്മുടെ ഓട്ടോ സ്വിച്ച് ടു റിസീവർ എന്നുള്ള ഈ ഫീച്ചർ. അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് വയ്ക്കാം. മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സം പീപ്പിൾ. നെക്സ്റ്റ് ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിംഗ് കോൾസ്. ഫോർ എക്സാമ്പിൾ ഇഫ് നിങ്ങൾ പള്ളിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസിൽ എനിവെയർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പ്ലേസിലായിക്കോട്ടെ, ജസ്റ്റ് ഇപ്പോൾ ഒരു ഇൻകമിംഗ് കോള് നിങ്ങൾ ജനറൽ മോഡിൽ നിൽക്കുമ്പോൾ കോൾ ജസ്റ്റ് ഫോൺ അങ്ങ് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റന്റ് ആ കോൾ അങ്ങ് മ്യൂട്ട് ആക്കുക. അതാണ് ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിംഗ് കോൾ. പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടണിൽ വെർച്വലി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഫോൺ ലോക്ക് ആക്കുക. ഞാൻ ഈ പവർ ബട്ടൺ ആണല്ലോ വെർച്വലി ടാപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇതാണ് ബട്ടൺ. ഞാൻ വെർച്വലി ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടോ ഇൻസ്റ്റന്റ് ഫോൺ ഓഫ് ആയി. അങ്ങനെ കാണിച്ചാൽ ഞാൻ ഈ പവർ ബട്ടണിൽ വെർച്വലി ഡബിൾ ടാപ്പ് ചെയ്യുക ഉണ്ടോ ഇൻസ്റ്റന്റ് നമ്മുടെ കൺട്രോൾ പാനൽ വന്നു. ഇനി പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക വെർച്വലി, ഇൻസ്റ്റന്റ് സ്ക്രീൻഷോട്ട് എടുത്തു. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി പവർ ബട്ടൺ ഒന്നും അല്ല. യു ക്യാൻ സി ഇവിടെ ഞാനൊരു സംഭവം ഇട്ടിട്ടുണ്ട്, നോക്കിയറിയാം ഉണ്ടോ. ഇത് പറഞ്ഞ പോലെ അസിസ്റ്റ് പോലെ നമ്മൾ അസിസ്റ്റ് ടച്ച് എന്നൊക്കെ ഐഫോൺസിൽ പറഞ്ഞു. ഇത് ഞാൻ എക്സാക്ട് ഈ എവിടെയാണ് പവർ ബട്ടൺ ആ സെയിം ഏരിയ തന്നെ കൊണ്ടുണ്ട്. യു ക്യാൻ സി എക്സാക്ട്ലി എന്നത് പ്ലേസ് ചെയ്യാം. ഓക്കെ കണ്ടോ, എക്സാക്ട്ലി ആ ഒരു ഏരിയ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏത് സ്ക്രീനിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ക്രോമിൽ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇൻസ്റ്റന്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കും. ഇതിന് 2 സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ടാപ്പ് ഓപ്പറേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജസ്റ്റർ ഓപ്പറേഷൻസ്. ഇപ്പം സെറ്റ് ഞങ്ങൾ ജസ്റ്റർ ഓപ്പറേഷൻസ് ആണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സിൽ പോവുക, ദെൻ അസിസ്റ്റീവ് ബോൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടോ ജസ്റ്റർ ഓപ്പറേഷൻസ് 3 എണ്ണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടാപ്പ് ഒന്ന് ഞെക്കുക, അതാണ് ടാപ്പ് സ്ക്രീൻഷോട്ട് ടാപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ഡബിൾ ടാപ്പ് 2 ഞെക്കുക, അതിൽ എഴുതിയിട്ട് വേണം സെറ്റ് ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ആപ്സായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇല്ല നമ്മുടെ അസിസ്റ്റീവ് ബോളിൽ. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ അതാണ് രണ്ടാമത്. ഇനി ടച്ച് ആൻഡ് ഹോൾഡ്, ദാറ്റ് മീൻസ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 3 രീതിയിൽ സെറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ്. ദാറ്റ് മീൻസ് ടാപ്പ് ഒരു ഫംഗ്ഷൻ, ഡബിൾ ടാപ്പ് നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്, പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് 3 ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണം. പക്ഷേ നിങ്ങളിത് ഇവിടെ ടാപ്പ് മെനു ആക്കുവാണെങ്കിൽ ജസ്റ്റ് സിംഗിൾ ടാപ്പിൽ നിങ്ങൾക്ക് ഒരു 5 ഓപ്ഷൻസ് വരും. പക്ഷേ എഗെയിൻ ദ സെയിം തിങ്സ്, നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളൂ. ഗോ ബാക്ക് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ കിട്ടും. ഹോം സ്ക്രീൻ ജസ്റ്റ് ഇവിടെ കിട്ടും. നോട്ടിഫിക്കേഷൻ ഡ്രോയർ ആണെങ്കിൽ സോ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ജസ്റ്റ് ടാപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കൊന്നും വേണ്ട. സോ അങ്ങനത്തെ യൂസ് ഉള്ളൂ. ജസ്റ്റ് 100 യൂസിൻ്റെ സമയത്ത് ചിലപ്പോൾ യൂസ്ഫുൾ ആകാൻ സാധ്യതയുള്ള ഒരു ഫീച്ചറാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ള ജസ്റ്റ് എനേബിൾ ചെയ്തിടുക. പിന്നെ ഒപ്പാസിറ്റി ഏറ്റവും ട്രാൻസ്പെറന്റ് ആക്കി ഇടുക. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഐക്കൺ പോലെ ഉണ്ടോ വന്ന് ഏത് സ്ക്രീനാണെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും. സോ ഒപ്പാസിറ്റി ഏറ്റവും കുറച്ചിട്ട് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പവർ ബട്ടൺ അലൈൻ ചെയ്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. സോ എഗെയിൻ ഞാൻ അസിസ്റ്റീവ് ബോളിൽ പോയിട്ട് നമ്മുടെ ഒപ്പാസിറ്റി ജസ്റ്റ് ഏറ്റവും കുറച്ച് ട്രാൻസ്പെറന്റ് ആക്കി ഇടുവാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് മൈറ്റ് ബി. സോ ഇഫ് നിങ്ങൾ ബസ്സസിൽ മെട്രോസ് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന ടൈമിലൊക്കെ 1 ഹാൻഡഡ് മോഡ് ജസ്റ്റ് സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന ഫീച്ചർ തന്നെയാണ്. ജസ്റ്റ് ഒരു കൈ വെച്ചിട്ട് ഫുള്ളി സ്ക്രീൻ ആക്സസ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്തിപ്പോൾ ഇങ്ങനെ ഒരു കൈ ഇപ്പം ജസ്റ്റ് ബസ്സിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കൈ ഉണ്ടോ മൊത്തം ആക്സസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നോട്ടിഫിക്കേഷൻ പാനൽ ഒന്നും ഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം നമുക്ക്. പക്ഷേ ഇത് ടേൺ ഓൺ ചെയ്യുമ്പോൾ നമുക്കത് സിസ്റ്റം നാവിഗേഷൻ മാറ്റേണ്ടി വരും. കണ്ടോ, യു ക്യാൻ സി എനേബിൾ നാവിഗേഷൻ മാറ്റാൻ പറഞ്ഞു. സോ ജസ്റ്റ് എവിടെയാണ് കാണിച്ചു തരാം ഞാനത്. ഇത് ഏറ്റവും ടോപ്പ് സെറ്റിംഗ്സ് ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ട്. ബട്ടൺസ് ആണ് കിടക്കുന്നത്, അത് ഞാൻ മാറ്റി ജസ്റ്റേഴ്സ് ആക്കി. ഓക്കെ, സോ ഇതാണ് ഏറ്റവും സിമ്പിൾ. ഞാൻ പറയും ജസ്റ്റ് ഇത് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഹോം പോവും. ഇനി ബാക്ക് പോകാനായിട്ട് ഒന്നെങ്കിൽ ഈ ലെഫ്റ്റിൽ ഒരു സ്വൈപ്പ് കൊടുക്കുക. ദാറ്റ് മീൻസ് ലെഫ്റ്റ് എഡ്ജിൽ അല്ലെങ്കിൽ ഇത് റൈറ്റ് എഡ്ജിൽ. പിന്നെ ഈ എഡ്ജ് ആയാറുണ്ട് നല്ല രസമുണ്ട്. ദാറ്റ് മീൻസ് ബാക്ക് സ്വൈപ്പ് കൊടുക്കും, നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു നമുക്ക് ബാക്ക് പോകുന്ന ആ എഡ്ജിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു സെറ്റപ്പ് കിട്ടുന്ന കാരണം നല്ല രസമാണ് നാവിഗേഷൻ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, നമ്മൾ ആപ്സ് സ്വിച്ച് ചെയ്ത് ദാറ്റ് മീൻസ് നമ്മൾ നോർമലി ഈ റീസൻസിൽ പോയിട്ട് ഈ അങ്ങനെയല്ലേ സ്വിച്ച് ചെയ്യുന്നത്. ഇതൊന്നും വേണ്ട. ജസ്റ്റ് ആപ്പ് ചെയ്യേണ്ട ഫോട്ടോസ് മാറ്റണ പോലെ കണ്ടോ ഏറ്റവും ആ താഴെ ആ ജസ്റ്റർ ഗൈഡ് ബാറിന്റെ അവിടെ ഇങ്ങനെ കാണിച്ചാൽ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ അവിടെ കിട്ടുന്നത്. അത് നല്ല രസം, നല്ല ആനിമേഷൻ സ്കെയിലും ട്രാൻസ്ലേഷൻ പക്ക പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഇനി. സോ കമ്മിങ് ബാക്ക് ടു ദ ഫീച്ചർ. സോ അഡീ സെറ്റിംഗ്സിൽ നമ്മൾ പോയി ആൻഡ് ബാക്ക് ടു 100 മോഡ് ഓപ്പൺ ചെയ്തു. ഇനി ജസ്റ്റ് ഈ ഒരു താഴത്ത് ഇപ്പം 100 മോഡാണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി
ജസ്റ്റ് ഇതേ ഇപ്പോൾ നിങ്ങൾ ഏത് സ്ക്രീൻ ഇപ്പോഴാണ് നിങ്ങൾക്ക് ബസ്സിൽ കയറിയത്, സോ ഇപ്പോഴാണ് നിങ്ങൾക്ക് 1 ഹാൻഡ് ബോർഡ് വേണ്ടത്, ജസ്റ്റ് ആ ഒരു താഴത്തെ ആ ബാറിൻ്റെ അവിടെ ജസ്റ്റ് ഇതേ ടാപ്പ് ചെയ്യുക. നൗ യു ക്യാൻ സി എല്ലാം നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ പാനലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഫുൾ ഒറ്റ കൈ വെച്ച് നിങ്ങൾക്ക് ഒത്താക്സ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് എവിടെ ടാപ്പ് ചെയ്യുക, ബാക്ക് ടു നോർമൽ മോഡ്. ഞാൻ തൊട്ടും ഓൾറെഡി മെൻഷൻ ചെയ്താൽ ദാറ്റ് മീൻസ് നമ്മുടെ അപ്പാരോട് ചെയ്യുമ്പോൾ ഒരു ആപ്പ് ഇട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ. സോ ദാറ്റ് മീൻസ് സ്ക്രീൻ ഓഫ് ആയിരിക്കുന്നിടത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കുറേ ആപ്സ് ഇട്ട് പോകാം. അതിന്റെ നെക്സ്റ്റ് ലെവലാണ് ക്വിക്ക് ലോഞ്ച് എന്ന്. ദാറ്റ് മീൻസ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ കണ്ടല്ലോ, നമ്മൾ യൂഷ്വലി ഇത് അൺലോക്ക് ചെയ്യാൻ കൊടുക്കണം. യെസ്, അൺലോക്ക് ചെയ്യുക, എന്നിട്ട് കൈ അവിടെ നിന്ന് എടുക്കരുത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയറിയാം ഇഷ്ടമുള്ള 5 ആപ്സ് ഇട്ട് അപ്പം തന്നെ പോകാൻ പറ്റും. ഇത് ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പ് ഇത് കൈ ജസ്റ്റ് വിട്ടാൽ മതി, ഇൻസ്റ്റന്റ് ആ ആപ്പ് ഓപ്പൺ ആവും. സോ ജസ്റ്റ് ഇത് അഗെയിൻ അൺലോക്ക് ചെയ്തിട്ട് കൈയോടെ വെച്ചോണ്ടിരിക്കുക. ജസ്റ്റ് ഇഷ്ടമുള്ള ഏത് ആപ്പാണോ ആ ആപ്പ് ജസ്റ്റ് കൈ വിടുക, യു ക്യാൻ സി ഇൻസ്റ്റന്റ് ആയിട്ട് ആ ആപ്പ് ഓപ്പൺ ആയി. സോ ഇതിന് പറയുന്നത് ക്വിക്ക് ലോഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഏതാണോ ആ ആപ്പിനിവിടെ സെറ്റ് ചെയ്ത് വെക്കുക. സോ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ പോവുക, ക്വിക്ക് ലോഞ്ച് ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ എഡിറ്റ് കൊടുക്കുക, ജസ്റ്റ് ആപ്പ് എഡിറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്സ് തന്നെ വേണമെന്നില്ല ഫങ്ഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മീൻസ് ഫോൺ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഷോർട്ട് കട്ടിൽ ഡാറ്റ ഈ ഫംഗ്ഷൻസിനോട് ഡാറ്റ വീഡിയോ എടുത്ത് വയ്ക്കുക. അതുപോലെ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം വോയിസ് സെർച്ച് ചെയ്യണം നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യണേ, അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും എല്ലാം എപ്പോഴും ആപ്പ് അപ്ഡേറ്റ് ചെയ്യണേ യൂസ് ചെയ്യണേ, അങ്ങനത്തെ ഏതാണ് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഡയറക്ട്ലി അൺലോക്ക് ചെയ്ത് ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി അത് മാത്രമല്ല നിങ്ങൾ ഓബ്വിയസ്ലി നമ്മുടെ ആപ്പ് സീറ്റ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തേർഡ് പാർട്ടി ആപ്പ് സീറ്റ് ഏതാണോ അതിട്ട് പോകണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. സോ ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് നമ്മുടെ ക്വിക്ക് ലോഞ്ച് വരുന്നത്. ഇനി നെക്സ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ 2 ആപ്പ് ഒരു സ്ക്രീനിൽ യൂസ് ചെയ്യണമെന്ന്. ദാറ്റ് മീൻസ് ഇപ്പോൾ എൻ്റെ കറന്റ് നമ്മുടെ ക്രോം ആൻഡ് ഈ സെയിം സമയത്ത് എനിക്ക് വേറൊരു ആപ്പ് ഓപ്പൺ ചെയ്യും. സോ ഞാൻ 3 ഫിംഗർ വെച്ച് സ്വൈപ്പ് അപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് 3 ഫിംഗർ വെച്ച് ജസ്റ്റ് മെൽറ്റ് കാണിച്ചു. എന്നിട്ട് ഏതാണ് രണ്ടാമത് ഓപ്പൺ ചെയ്യേണ്ട ആപ്പ് ആ ആപ്പിനെ സെലക്ട് ചെയ്യും. ഞാൻ മൈ ഫയൽസ് എടുക്കാം കേട്ടോ. കേട്ടോ, അപ്പോൾ ഈ സെയിം സമയത്ത് എനിക്കിത് ക്രോമും നോക്കാം, അതേപോലെ തന്നെ നമ്മുടെ മൈ ഫയൽസ്. ദാറ്റ് മീൻസ് ബോത്ത് ആപ്സ് അറ്റ് സെയിം ടൈം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഏത് ആപ്പാണോ ടോപ്പിൽ വേണ്ടത് ഏത് ആപ്പാണോ ബോട്ടം വേണ്ടത്. സോ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇത് ഈ രീതിയിലാണ് വേറെ ഇതിൽ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മൈ ഫയൽസ് വേണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് റീസൻസിൽ പോയി ഇവിടെ മൈ ഫയൽസ് ഉണ്ട്. എന്നിട്ട് ഈ ആപ്പ് എപ്പോഴാണോ ഓപ്പൺ മീൻസ് നമ്മൾ ഈ ആപ്പിന് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഈ ആപ്പ് ജസ്റ്റ് ഏറ്റവും ആ റൈറ്റ് ടോപ്പ് കോർണർ ഒറ്റ സ്വൈപ്പ് ഉണ്ടോ, ഇൻസ്റ്റന്റ് റിലീസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നുള്ള ഐക്കൺ കാണിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യണോ, ഇൻസ്റ്റന്റ് ആയിട്ട് ആ ആപ്പ് ഡയറക്റ്റ് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ പോയി. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. സോ ജസ്റ്റ് നമ്മുടെ ആപ്പ് ക്ലോസ് ചെയ്തു, റീസൻസി പോയി, എന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ കൊടുക്കുക, ഇങ്ങനെ എടുക്കുക. സോ ഇങ്ങനെ 3 മെത്തേഡിൽ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് എപ്പോഴാണോ ആപ്പ് വേണ്ടത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ ഏതാണോ ആപ്പ് വേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ആണ് അല്ലെങ്കിൽ ക്രോം ആണ് ഇപ്പോൾ ആ ഫ്ലോട്ടിംഗ് വിൻഡോ വേണ്ടി ജസ്റ്റ് ഇവിടെ എടുക്കുക, ക്രോം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ചെയ്യുക. അപ്പം തന്നെ ക്രോം ആ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ വന്നു. ഇനി നെക്സ്റ്റ് കാര്യം വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് വിൻഡോ ഇനിയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ എഡ്ജിൽ കൊണ്ടുവന്നത് സൈസ് ഏറ്റവും മിനി സ്റ്റാൻഡേർഡ് ഉണ്ടോ, ജസ്റ്റ് ഇനി ഫുൾ സ്ക്രീൻ ആക്കണോ, ജസ്റ്റ് സ്വൈപ്പ് കൊണ്ടുവരിക ഉണ്ടോ. നല്ല കൂളാണ് ട്രാൻസിഷൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നോക്കി കണ്ടോ, ഇൻസ്റ്റന്റ് സ്മോൾ സ്ക്രീൻ മീൻസ് മിനി പോപ്പ് വിൻഡോ 1 ടാപ്പ് ചെയ്തപ്പോൾ സ്റ്റാൻഡേർഡ് ആയി, പിന്നെ മിനി സ്റ്റാൻഡേർഡ് ഇനി വലുതാക്കാനായിട്ട് ജസ്റ്റ് വാവ് സീംലെസ് അടിപൊളിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു ഫീച്ചർ. ഇനി നെക്സ്റ്റ് ഇനിയുണ്ട് അതിനകത്ത്. സോ ജസ്റ്റ് അഗെയിൻ ബാക്ക് ടു നമ്മുടെ റീസൺസിൽ ഇവിടെ ടാപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 10 GB അല്ലെങ്കിൽ ഒരു 5 GB ഫയൽ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചു ക്രോം വഴി. സോ നിങ്ങൾ യൂഷ്വലി എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് എപ്പോഴും നിങ്ങൾ ക്ലോസ് ഓൾ ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. സോ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്തിട്ട് ലോക്ക് കൊടുക്കുക. ഏത് ആപ്പാണോ നിങ്ങൾ അങ്ങനത്തെ ഒരു ഹൈ പ്രയോറിറ്റി സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട ആ ആപ്പ് ജസ്റ്റ് ലോക്ക് കൊടുക്കുക. വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങൾ ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ ഏത് ആപ്പാണോ നിങ്ങൾ ഈ ലോക്ക് ഇട്ടേക്കണ ആ ആപ്പ് മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കും, ബാക്കിയെല്ലാം ക്ലോസ് ആയി പോകും. ഐ വിൽ ജസ്റ്റ് ലൈക്ക് ഷോ യു. സോ ഇപ്പോൾ നിങ്ങൾ ക്രോം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, അത് വിട്ടുപോയി, അത് വിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോൺ ലോക്ക് ചെയ്ത് ഇപ്പോൾ ഡൗൺലോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് ഓക്കെ ഫോൺ വേറെ എന്തെങ്കിലും കാര്യത്തിന് എടുത്ത് പെട്ടെന്ന് എടുത്തിട്ട് തന്നെ കുറേ ആപ്സ് ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കും, ക്ലോസ് ഓൾ. ഓക്കെ, ഉപ്സ്, നോ നീഡ് ടു വറി. ഏത് ആപ്പാണോ ഇവിടെ ലോക്ക് ആയി ആ ആപ്പ് അതേപടി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, നോ നീഡ് ടു വറി. സോ ജസ്റ്റ് ഇനി ആപ്പ് കളയാൻ വേണ്ടി ജസ്റ്റ് 3 ഡോട്ട്സ് നിൽക്കുക, അൺലോക്ക് കൊടുക്കുക. സോ ഇനി നമുക്ക് ഫുള്ളായിട്ട് ജസ്റ്റ് ക്ലോസ് ഓൾ എപ്പോൾ കൊടുക്കണോ ആപ്പ് പോയി. ഇനിയുണ്ട് അതിനകത്ത് കസ്റ്റമൈസേഷൻ. ഓക്കെ, സോ ഇനി ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നമ്മൾ ഒരു ആപ്പ് മൈ ഫയൽസ് ഓപ്പൺ ചെയ്തു, ഞാൻ ജസ്റ്റ് റീസൻസിൽ പോവാം, ഒരു ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഹൈഡ് കണ്ടന്റ്. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങൾ നോക്കിയറിയാം ഈ റീസൻസി വെച്ച് തന്നെ ഈ ആപ്പിന്റെ കണ്ടന്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ എനിക്ക് വായിക്കാൻ ഡോക്യുമെന്റ്സ് ഫോട്ടോസ് ഒക്കെ വായിക്കാം. പക്ഷെ നിങ്ങൾ വൺസ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഹൈഡ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഐഡ് ഐക്കൺ പ്രൈവസി ഐക്കൺ അവിടെ വന്നു.
ഇനി നിങ്ങൾക്ക് കണ്ടന്റ് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോൾ അതേ റീസൺസ് വരും ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ ആപ്പ് കണ്ടന്റ്. അതാണ് നമ്മുടെ പ്രൈവസിയുടെ ഫീച്ചേഴ്സ്. ഇത്രയും ഫീച്ചേഴ്സുകളുടെ റിച്ച് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന സാംസങ്ങിനകത്ത് ഓൾറെഡി എഡ്ജ് പാനലുണ്ട്, പക്ഷെ വൺ പ്ലസിലുണ്ടോ? മോനെ, യെസ്, നമ്മൾ വൺ പ്ലസിൽ യു ക്യാൻ സി ഈ ജസ്റ്റ് ഇവിടെ സ്വൈപ്പ് ചെയ്താണ് എഡ്ജ് ആപ്സ് പാനൽ വൺ പ്ലസിലുണ്ട്. ആൻഡ് സെയിം വിത്ത് വൺ പ്ലസ് നോട്ട് യു ക്യാൻ സി ഉണ്ടോ, വൺ പ്ലസ് നോഡ് C4ലും രണ്ടിലും ഓക്സിജൻ 14 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ചെയ്ത് നമ്മളിപ്പോൾ ഏത് ആപ്പാണോ നിൽക്കുന്നത്, സോ ഫോർ എക്സാമ്പിൾ ക്രോം, നിങ്ങൾ ക്രോമിലും ബ്രൗസ് കൊണ്ടിരിക്കുന്ന വാട്ട് എവർ യു ആർ ഡൂയിങ് ആൻഡ് ജസ്റ്റ് ഇവിടെ ഒരു സ്വൈപ്പ് കൊടുക്കുക, ഇൻസ്റ്റന്റ് ഇഷ്ടമുള്ള ആപ്സ് കുറേ ആപ്പ് വരും. ഇതിവിടെ ജസ്റ്റ് ടാപ്പ് എഡിറ്റ് കൊടുക്കുക. ഏത് ആപ്പാണോ നിങ്ങളുടെ സ്പെസിഫിക്, നിങ്ങൾക്കിത് ഈ ജിമെയിൽ അല്ലെങ്കിൽ ക്ലോൺ ഫോൺ കോൺടാക്ട്സ് അതൊന്നും ഫൈൻഡ് മൈ ഫോൺ ഒന്നും വേണ്ട, അടുത്ത ബെഞ്ച് മാർക്ക് അങ്ങനത്തെ ആപ്സ് ഒക്കെ മതിയെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ്, ഇപ്പോൾ നിങ്ങൾ ക്രോം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ മൈഫാൽസ് ഒരു സാധനം നോക്കാനുണ്ട്, ജസ്റ്റ് മൈഫാൽസ് ടാപ്പ് ചെയ്യുക ആൻഡ് ദാറ്റ് വോണ്ട് ഇന്ററാക്ട് വിത്ത് ക്രോം. ദാറ്റ് മീൻസ് ഈ ക്രോമിന് നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ തരില്ല, അതൊരു ചെറിയ സ്മോൾ പോപ്പ് വിൻഡിൽ കിടക്കാം കേട്ടോ. ഈ സെയിം സമയം നിങ്ങൾ ക്രോമിൽ എന്താണ് അതിന് യൂസ് ചെയ്യുകയും ചെയ്യുക. ഇനി നിങ്ങൾക്ക് തോന്നുക ഇത് ചെറിയ സ്ക്രീൻ ആക്കി വെച്ചേക്കാം, ഇങ്ങനെ കിടന്നോളും, നിങ്ങൾക്ക് ക്രോം യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വരുമ്പോൾ തന്നെ ആ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയുടെ മുകളിലാണ്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മൾ പിന്നെ കസ്റ്റമൈസ് ഫ്ലോട്ടിംഗ് വിൻഡോ ആക്കുമല്ല, ഇത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ജസ്റ്റ് വൺ ഷോ യു ക്യാൻ സി. സോ ഞാനിപ്പോൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക, ഇത് കണ്ടോ, ഓൾറെഡി അത് ഫ്ലോട്ടിംഗ് വിൻഡോയിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ എന്താണോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതിന് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ നോക്കേണ്ടത്, ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഫോട്ടോസ് ആണ്, ഫോട്ടോ ചെക്ക് ചെയ്ത് കഴിഞ്ഞത് ക്ലോസ് ചെയ്തു കേട്ടോ, യു ആർ ബാക്ക് ടു ദ സെയിം ആപ്പ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ റിയലി കസ്റ്റമൈസബിൾ ആയിട്ടുള്ളൊരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് സപ്പോർട്ടഡ് ആപ്സ് ആയിട്ട് ഫ്ലോട്ടിംഗ് വിൻഡോ ഇപ്പോൾ നിങ്ങൾ ക്യാമറ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ദിസ് ആപ്പ് ഡസ് നോട്ട് സപ്പോർട്ട് ഫ്ലോട്ടിംഗ് വിൻഡോ. അങ്ങനെ സപ്പോർട്ട് ഇല്ലാത്ത ആപ്പ് ഡാറ്റയുടെ ഫുൾ സ്ക്രീൻ വരും, അല്ലാത്ത ആപ്പ് നമ്മുടെ ആ ചെറിയ സ്മോൾ പോപ്പ് വിൻഡോയിൽ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഏജ്ഡ് ആൾക്കാരൊക്കെ ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന മെയിൻ പ്രശ്നം മിസ് ടച്ചസ് ആണ്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ അവർ ടച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ എക്സാക്റ്റ് ആപ്പ് ആയിരിക്കില്ല വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്യും. അപ്പോൾ സോ മിസ് ടച്ചസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സിമ്പിൾ മോഡ്, ദാറ്റ് മീൻസ് എൻ്റർ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ജസ്റ്റ് നാവിഗേഷൻ കിടക്കുന്നത്, പക്ഷേ എൻ്റർ സിമ്പിൾ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആപ്പിൻ്റെ ഐക്കൺസിൻ്റെ സൈസ് ഒക്കെ നോക്കിയോട്ടോ, ഉണ്ടോ, ആപ്പിൻ്റെ ഐക്കണിൻ്റെ സൈസസ് വലുതായി, ഫോണിൻ്റെ സൈസ് വലുതായി, ഉണ്ടോ, ആ സ്പേസിങ് വലുതായി, ലിമിറ്റഡ് ആപ്സ് എവിടെ ഉള്ളൂ, എല്ലാം ബൾക്കായിട്ടുള്ള, ഇനി സെറ്റിംഗ്സ് എടുത്താൽ പോലും അതിനകത്ത് ബൾക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, മെയിൻ ആയിട്ടുള്ള എമർജൻസി ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഈവൻ ഇഫ് നിങ്ങൾ തമ്പ് വെച്ച് ടച്ച് ചെയ്താൽ പോലും മിസ് ടച്ച് വരില്ല കേട്ടോ. പ്രിസൈസ് ടച്ചസ് തന്നെ ഇവിടെ തന്നെ. ഇനി അടുത്ത കാൽക്കുലേറ്റർ തമ്പ് വെച്ച് ടച്ച് ചെയ്താൽ കേട്ടോ, നോർമലി ഇങ്ങനെ ടച്ച് അല്ല, തമ്പ് വെച്ച് ടച്ച് ചെയ്താൽ പോലും മിസ് ടച്ചസ് വരില്ല. സോ ഏജ്ഡ് ആൾക്കാർക്കായിട്ടുള്ള ആൾക്ക് നിങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ, വീട്ടിലുള്ള അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോൺ കൊടുക്കുമ്പോൾ ദിസ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദം. പക്ഷെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഈവൻ നമ്മുടെ ഗൂഗിൾ ഡയലർ വരെ അതിൻ്റെ സൈസ് നോക്കി കണ്ടോ, ആ ഡയൽ പാഡിൻ്റെ സൈസൊക്കെ കുറച്ചുകൂടെ കൂടി കണ്ടോ, 9 5 4 1 2 3 7 4 ഉണ്ടോ, ഒരു മിസ്റ്റേക്കും ഇല്ല, പക്കയായിട്ട് വർക്ക് ചെയ്യും. സോ ഡെഫിനറ്റ്ലി അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചറാണിത്. ആൻഡ് നെക്സ്റ്റ് അതേപോലെ തന്നെ ഇനി ചെറിയ ആൾക്കാർ, ഇപ്പം നമ്മൾ വലിയ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, നമുക്ക് പിള്ളേരുടെ കാര്യം സംസാരിക്കാം. ഓക്കെ, ഇനി അവർക്ക് വേണ്ടിയാണ് മീൻസ് ഇപ്പോൾ നിങ്ങൾ പേരൻസ് ചൈൽഡിന് പിള്ളേർക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവർ ഇനി ആ ആപ്പ് യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്യുമോ, നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ജസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് സെറ്റിംഗ്സിൽ പോയിട്ടുണ്ടല്ലോ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എടുത്തിട്ടേ നമ്മുടെ കിഡ്സ് മോഡ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എന്നിട്ട് പേരൻ്റൽ കൺട്രോൾ സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ തന്നെയാണോ ചോദിക്കും, സെലക്ട് ചെയ്യുക. എന്നിട്ട് ആപ്സ്, ആഡഡ് ആപ്സ് എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്യുക. ഏത് ആപ്പാണോ അവർക്ക് യൂസ് ചെയ്യുന്നത് മാത്രം കൊടുക്കുക. ക്രോം വേണോ, ക്രോം കൊടുത്തു. ക്ലോക്ക് വേണോ, ക്ലോക്ക് കൊടുത്തു. ഇനിയിപ്പോൾ കാൽക്കുലേറ്റർ വേണ്ടേ, കാൽക്കുലേറ്റർ വേണ്ട. ഇനി വേണ്ട ആപ്സ്, ഗെയിംസ് വേണ്ടേ, ഗെയിംസ് വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടെങ്കിൽ വേണം. അങ്ങനത്തെ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഗൂഗിൾ പേ അങ്ങനത്തെ ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് അൺടിക്ക് ചെയ്യുക. ഇനി ഫോട്ടോസ് വേണമെങ്കിൽ എനേബിൾ ചെയ്യുക, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആപ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ആപ്സ് മാത്രം കസ്റ്റമൈസ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ടൈം ലിമിറ്റ്. ഇപ്പോൾ നിങ്ങളൊരു ഗെയിം, ഇപ്പോൾ ചിലർ ഇങ്ങനെ ഒരു ബോണസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇത്ര നേരം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ ഗെയിം കളിക്കാൻ കൊടുക്കും. അങ്ങനെ ചില ഷെഡ്യൂളൊക്കെ കണ്ടുവരാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഇന്ന കോൾ ഓഫ് ഡ്യൂട്ടി ആയിക്കോട്ടെ, എന്തെങ്കിലും ഗെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിള്ളേരാണെങ്കിൽ ക്യാൻഡി ക്രഷ് ആയിരിക്കുമല്ലോ. സോ ജസ്റ്റ് ഫോർ 30 മിനിറ്റ്സ്. സോ ജസ്റ്റ് ആ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ അങ്ങ് ലോക്ക് ആവും. പിന്നെ ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ രീതി സെറ്റ് ചെയ്ത് കൊടുത്തു വെച്ചു. സോ ഈ രീതി സെറ്റ് ചെയ്തു. ആൻഡ് നൗ ഇപ്പോൾ നിങ്ങൾ ഫോൺ കൊച്ചിന് കൊടുത്തു, കൊച്ച് ക്യാൻഡി ക്രഷ് വടവ കളിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ, പാരന്റൽ കൺട്രോൾസിന് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതിനകത്ത് കയറുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വേണം. ഇനി അതിൽ എക്സിറ്റ് ചെയ്യാൻ നോക്കിയാലോ,
എക്സിറ്റ് ആവുകയില്ല. എക്സിറ്റ് ചെയ്യാനും നിങ്ങൾ ഫിംഗർ പ്രിന്റ് വേണം. ഇനി നിങ്ങൾ ബാക്ക് അടിച്ചാൽ കണ്ടോ, ബാക്കോ ഒന്നും പോണില്ല, കണ്ടോ, എവറിത്തിങ് ഈസ് ലോക്ക്. ഇനി ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ നോക്കിയാലോ, എഗെയിൻ ഈ സെയിം സ്ക്രീനിനെ കിട്ടും. സോ നോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഈ സ്ക്രീനിൽ വന്ന് നിങ്ങൾക്ക് കണ്ടോ, ഈവൻ കോൾ പോലും ഇല്ല. ദാറ്റ്സ് കണ്ടോ, കോളിങ്ങിന്റെ സ്ക്രീൻ പോലും ഇല്ല. ഓക്കെ, സോ നോ നീഡ് ടു വറി. സോ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് വെനെവർ ഇറ്റ്സ് ഫൈൻ, ദെൻ ജസ്റ്റ് എക്സിറ്റ് കൊടുക്കുക, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വയ്ക്കുക, യു ആർ ഗുഡ് ടു ഗോ. സി, ബാക്ക് ടു നോർമൽ. നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, സിസ്റ്റം ക്ലോണർ, പ്രൈവറ്റ് സേഫ്, ഡുവൽ ആപ്പ്, എല്ലാം നമുക്ക് നോക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സെറ്റിംഗ്സ് പോവുക. ജസ്റ്റ് എന്നിട്ട് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷൻ ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും താഴെയുണ്ട് ആപ്പ് ലോക്ക് ഉണ്ട്, ഹൈഡ് ആപ്സ് ഉണ്ട്, പ്രൈവറ്റ് സേഫ് ഉണ്ട്, സിസ്റ്റം ക്ലോണർ ഉണ്ട്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദ ആപ്പ് ലോക്ക്, ക്വിക്ക് ആയിട്ട് പറഞ്ഞു, ജസ്റ്റ് ആപ്പ് ലോക്ക് ടാപ്പ് ചെയ്യുക. ഏതാണ് ആപ്പ് ലോക്ക് ചെയ്യുന്നത്? സോ ഞാൻ അടുത്ത ബെഞ്ച് ലോക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അടുത്ത ബെഞ്ച് മാർക്ക് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക, ആപ്പ് ലോക്ക് ടേൺ ഓൺ ചെയ്യുക. അപ്പോൾ സെറ്റ് പ്രൈവസി പാസ്വേഡ് ഫസ്റ്റ് എന്ന് പറയും. സോ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവാം. സോ യൂസർ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് പാറ്റേൺ കൊടുക്കാം. ഓക്കെ, ഇറ്റ്സ് ഡൺ. ഓക്കെ, ആൻഡ് റാൻഡം ആൻസേഴ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്ത ബെഞ്ച് മാർക്ക് ടാപ്പ് ചെയ്തു. ആൻഡ് now if I open Adobe Benchmark, you can see it is locked and it's gonna unlock. So that's it. So ഇനി ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ എപ്പോഴൊക്കെ Adobe Benchmark തുറന്നാൽ അപ്പോൾ ഒക്കെ ആപ്പ് ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഈസ് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യുക. ലോക്ക് ആപ്പ് വെൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ബൈ ഡീഫോൾട്ട് ലോക്കിംഗ് സ്ക്രീൻ ആയിരിക്കും. അത് മാറ്റിയിട്ട് എക്സിറ്റിംഗ് ആപ്പ് കൊടുക്കുക. അപ്പോൾ സോ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ എപ്പോഴൊക്കെ ആപ്പ് ബാക്ക് അടിച്ച് എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ഒക്കെ ആപ്പ് ലോക്ക് ആയിട്ട്. നെക്സ്റ്റ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ പാറ്റേൺ വരച്ചുകൊണ്ടിരിക്കുക. ഇനി അത് വേണ്ട, ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ യൂസ് ചെയ്തോട്ടെ, ജസ്റ്റ് രണ്ടും എനേബിൾ ചെയ്യുക. അപ്പോൾ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ ആപ്പ് ലോക്കിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇനി ജസ്റ്റ് ഡിസേബിൾ ചെയ്യാനായിട്ട് എഗെയിൻ സെയിം ലൊക്കേഷൻ വന്നിട്ട് കളയുക, യു ആർ ഗുഡ് ടു ഗോ. വെൻ യു ടേൺ ഓഫ് ചെയ്യാൻ, നോ നീഡ് ഫോർ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഹൈഡ് ആപ്സ്, ആപ്പ് ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഓക്കെ, സോ അഗെയിൻ യു ഡ്രോ യുവർ പാറ്റേൺ ആൻഡ് ഐ എം ഗോണ ഹൈഡ് ക്രോം ആണ് ഞാൻ ഹൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ആക്സസ് കോഡ് വഴി ഹൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങളുടെ പിന്ന് 1 2 3 4 ആണെങ്കിൽ നിങ്ങളുടെ പിന്നിന് മുമ്പും പിന്ന് കഴിഞ്ഞിട്ടും ഒരു ഹാഷ് ടൈപ്പ് ചെയ്യുക. ഇപ്പം എൻ്റെ പിന്നെ 111 ആണ്. സോ ഞാൻ #1111 ഹാഷ് ടൈപ്പ് ചെയ്തു. ഇതാണ് 1111 അതിൻ്റെ പിന്നെ ജസ്റ്റ് അതിൻ്റെ മുമ്പും ലാസ്റ്റും ഹാഷ് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഓക്കെ കൊടുത്തു, ഡൺ. ഇനി ഇപ്പോൾ നിങ്ങൾ ക്രോം നോക്കാം കേട്ടോ, ക്രോം എങ്ങുമില്ല. ഈ ക്രോം ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡയലറി പോവുക, നിങ്ങളുടെ പിന്നടിക്കുക 1111 ഹാഷ്, യു ക്യാൻ സി ഹിഡൻ ആപ്സ് അവിടെയുണ്ട്. ഇനി ജസ്റ്റ് അത് നോർമൽ ആക്കാൻ വേണ്ടി എഗെയിൻ നമ്മുടെ സെയിം ആയിട്ടുള്ള ലൊക്കേഷനിൽ വരിക, ഹൈഡ് ആപ്സിൽ വരിക, പാറ്റേൺ അടിക്കുക, ജസ്റ്റ് നമ്മുടെ ക്രോം പോവുക, ക്രോം ഡിസേബിൾ ചെയ്യുക, നൗ യു ആർ ഗുഡ് ടു ഗോ. നെക്സ്റ്റ് നമ്മുടെ പ്രൈവറ്റ് സേഫ്. പ്രൈവറ്റ് സേഫ് എന്ന് വെച്ചാൽ എക്സാക്ട്ലി എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ്, ഇമേജസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സ്ഥലം. അതുപോലെ തന്നെ അവിടെ തന്നെ സ്റ്റോർ ചെയ്ത്, മീൻസ് ഇവിടെ സാധനം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സ്ഥലത്ത് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇമേജസ് ആൻഡ് വീഡിയോസ് ടാപ്പ് ചെയ്തു, ഞാൻ ജസ്റ്റ് ആഡ് പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് മാത്രം, എല്ലാത്തിനും സ്ക്രീൻഷോട്ട് വേറെ എടുത്തിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ ഈ 4 സ്ക്രീൻഷോട്ട് മാത്രമാണ് സെറ്റ് ആസ് പ്രൈവറ്റ് കൊടുത്തു. വാട്ട് ഹാപ്പൻസ് ഈസ് എൻ്റെ മെയിൻ ഫോൺ, ദാറ്റ് മീൻസ് എൻ്റെ ആൽബംസിൽ പോവാം, ആൽബംസ്, ഓക്കെ, ഫോട്ടോസിൽ പോയി കണ്ടോ, ഇപ്പം എൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇല്ല, അത് പോയി. ഇനി തിരിച്ചു വരുത്താൻ വേണ്ടി അഗെയിൻ നമ്മൾ പ്രൈവറ്റ് സേഫിൽ പോയിട്ട് ഇമേജസ് ആൻഡ് ഡോക്യുമെന്റ്സ് എടുത്തിട്ട് കണ്ടോ, ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് 4 കാണാൻ പറ്റുള്ളൂ. ഇപ്പം മെയിൻ ലൊക്കേഷനിൽ പോയി. ഇനി നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് സെലക്ട് ആൾ കൊടുത്തു, എന്നിട്ട് സെറ്റ് ആസ് പബ്ലിക് കൊടുത്തു, ഏത് ലൊക്കേഷനാണ് മാറ്റേണ്ടത് അവിടെ കൊടുക്കുക, സെറ്റ് ആസ് ഡോക്യുമെന്റ്സ് ഉണ്ടോ, സെറ്റ് ആസ് പബ്ലിക്. ഈ സെയിം രീതിയിൽ നിങ്ങൾക്ക് ഓഡിയോ, ഡോക്യുമെന്റ്സ്, അതർ ഫയൽസും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സിസ്റ്റം ക്ലോണർ, ദാറ്റ് മീൻസ് നിങ്ങൾക്കിടയിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫോണും വേണം, ഒരു ബിസിനസ് ഫോണും വേണം, ഈ ഒരു ഒറ്റ ഫോണിൽ. ദെൻ ദിസ് ഈസ് ദ വേ. സോ സിസ്റ്റം ക്ലോണർ സെറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് എൻ്റർ സിസ്റ്റം ക്ലോണർ, ദാറ്റ് മീൻസ് സെറ്റ് ചെയ്തിട്ട് പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യാം. സെക്കൻഡറി ആയിട്ട് ദാറ്റ് മീൻസ് നിങ്ങളുടെ മെയിൻ പിൻ 1 2 3 4 ആണെങ്കിൽ സെക്കൻഡറി 4 3 2 1 ഇഷ്ടമുള്ളൊരു പിൻ കൊടുക്കുക, എന്നിട്ട് എൻ്റർ സിസ്റ്റം ക്ലോൺ ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് എൻ്റെ രണ്ടാമത്, ഐ തിങ്ക് ഇറ്റ്സ് 7. സോ യു ക്യാൻ സി ഇത് എൻ്റെ രണ്ടാമത്തെ ക്ലോൺഡ് ഫോണാണ്. യു ക്യാൻ സി ഇതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം, ഉണ്ടോ, ഒന്നുമില്ല, ഫ്രഷ് ഫോൺ പോലെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ മെയിൻ ഫോണിൽ ഡാറ്റയൊക്കെ ഉണ്ട്. ഇനി മെയിൻ ഫോണിൽ എങ്ങനെ തന്നെ ജസ്റ്റ് ലോക്ക് ചെയ്യുക, എന്നിട്ട് അൺലോക്ക് ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ പാറ്റേൺ, ദാറ്റ് മീൻസ് എൻ്റെ മെയിൻ പാറ്റേൺ ഇതാണ്. ഓക്കെ, മെയിൻ പാറ്റേൺ കൊടുത്തു. നൗ യു ക്യാൻ സി ഇറ്റ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ കറണ്ട് ഫോൺ, എൻ്റെ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി ആപ്സ് എല്ലാം ഉള്ള എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോൺ വന്നു. സോ ഇൻസ്റ്റന്റ് എപ്പോഴാണോ ബാക്ക് ടു, നിങ്ങൾക്കൊരു അറിയില്ല, അത് വലിയ പരിചയത്തിലൊരു ആൾ ഫോൺ ചോദിച്ചു, നിങ്ങൾക്കൊരു എന്താ കൊടുക്കണോ അങ്ങനെ ഡൗട്ട് അടിക്കും. ജസ്റ്റ് നിങ്ങൾ അപ്പം തന്നെ ഫോൺ അങ്ങ് ലോക്ക് ചെയ്യുക. ആൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് പിന്നെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെക്കൻഡറി പിന്നെ അങ്ങ് കൊടുക്കുക. അതായത് സെക്കൻഡറി 7 ആണ് കേട്ടോ, അതങ്ങ് കൊടുത്തു. സോ ആൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല, ലൈറ്റ്സ് ലൈക്ക് ഫ്രഷ് ഫോൺ. ആളങ്ങനെ നോക്കും. ഇഫ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സസ്പീഷ്യസ് കേസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് വെനെവർ ഈസ് ഡൺ വിത്ത് ദ കേസ്, ദെൻ ജസ്റ്റ് നിങ്ങളുടെ പ്രൈമറി പാറ്റേൺ ഡ്രോ ചെയ്യുക, ആൻഡ് യു കെൻ സി ഇറ്റ് വുഡ് ബി ബാക്ക് ടു യുവർ നോർമൽ ഫോൺ. സോ
റീലേക്ക് കൊള്ളുന്ന. ആൻഡ് ഒരു ഫീച്ചർ കൂടെ ഉണ്ട്, നമ്മുടെ ഡുവൽ ആപ്പ്. ദാറ്റ് മീൻസ് രണ്ട് ആപ്പ് യൂസ് ചെയ്തത് അവിടെ ആപ്സിനകത്താണ്. ആപ്സിനകത്ത് യു കെൻ സി ആപ്പ് ക്ലോണർ എന്നാണ് ഡുവൽ ആപ്പ്. അപ്പോൾ ഓൾ സപ്പോർട്ടഡ് ആപ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് കാണിക്കും. ജസ്റ്റ് വൺസ് ഒന്ന് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് 1, ഫേസ്ബുക്ക് 2, വാട്സ്ആപ്പ് 1, വാട്സ്ആപ്പ് 2 അങ്ങനെ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെയാണ് എല്ലാം ഉള്ളത്. ഇനി നെക്സ്റ്റ് ഹൈ പെർഫോമൻസ് മോഡ്. ഓക്കെ, സോ ജസ്റ്റ് ഈ ബാറ്ററി ഇവിടെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ മോർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അത് ഹൈ പെർഫോമൻസ്, നിങ്ങൾ ഫോണിൻ്റെ മാക്സിമം പീക്ക് പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഈ സംഭവം ടേൺ ഓൺ ചെയ്യുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഫോൺ ഇച്ചിരി വാമാവും, നോർമലിനേക്കാൾ ഇച്ചിരി വാമാവും, പക്ഷേ നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ്. സോ എസ്പെഷ്യലി ഹൈ എൻഡ് ഗെയിമിങ്ങിന് അത്രയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം. യു ക്യാൻ ഡെഫിനറ്റ്ലി ടേൺ ഇറ്റ് ഓൺ. ആൻഡ് നെക്സ്റ്റ് സ്മാർട്ട് റാപ്പിഡ് ചാർജിങ് ഓപ്ഷൻ. ജസ്റ്റ് ഇരിക്കാൻ കുറച്ചും കൂടെ വാമാവും, ചാർജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വാമാവും. നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്തും അങ്ങനത്തെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത്, ദാറ്റ് മീൻസ് നിങ്ങൾ കുറച്ചൊരു ഇയേഴ്സ് ഫോൺ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അങ്ങനെ അത്ര ഫാസ്റ്റ് ഒന്നും വേണ്ട, ഒരു ഡീസെന്റ് ഫാസ്റ്റ് മതി. ആൻഡ് ഡെഫിനറ്റ്ലി ബാറ്ററി ഹെൽത്തിൽ പോയിട്ട് സ്മാർട്ട് ചാർജിങ് ഓൺ ആക്കുക. സോ കറക്റ്റ് ആയിട്ട് ഇത് AI ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ഫോൺ ചാർജ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ആപ്പിളിനകത്തൊക്കെ, ഇപ്പോൾ സാംസങ്ങിനകത്ത് 85% ഉണ്ട് നമുക്ക് ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചാർജിങ് ബാറ്ററി ഹെൽത്ത് മെയിൻ ആ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോണിനകത്താണ് ഐ തിങ്ക് ഇറ്റ്സ് 80. സോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സെയിം ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്, സ്റ്റോപ്പ് ചാർജിങ് അറ്റ് 80. പക്ഷേ ഇത് ഏതെങ്കിലും ഓർമ്മ ടേൺ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ വുഡ് റെക്കമെൻഡ് കീപ് ഇറ്റ് ഓൺ സ്റ്റോപ്പ് ചാർജിങ് അറ്റ് 80. അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച്. കാരണം 5500 mAh ബാറ്ററി ഉണ്ട്. സോ യു ഡോണ്ട് നീഡ് ടു വെറി അബൌട്ട് ദി ബാറ്ററി ആൻഡ് ചാർജിങ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഇപ്പം ഇത് എന്തിരിക്കുന്നത് നമ്മുടെ 8GB 128GB വേരിയന്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ 8+8 ടോട്ടൽ 16GB ആക്കാൻ പറ്റും. പക്ഷേ ഇന്റർണൽ ആയിട്ടുള്ള 128GB എന്നായിരിക്കും 8GB യൂസ് ചെയ്യുക. സോ ദാറ്റ് കീപ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ക്വിക്ക് ആയിട്ട് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ഓഫ് നമ്മൾ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നല്ല കിഡുവൽ ലൈവ് വാൾപേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല കൂൾ വാൾപേപ്പേഴ്സ് ആണ്. സോ ബ്ലാക്കിൻ്റെ ഒക്കെ ഇതാണ് കുറച്ച് നല്ലത്. സോ അത് നിങ്ങൾക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇവിടെ ജസ്റ്റ് ടേൺ ഓൺ ആക്കാം. ആൻഡ് ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്റ്റൈൽസ് ഏത് രീതിയിലാണ് ഓൾവേസ് ഡിസ്പ്ലേ കാണിക്കേണ്ടത്. പിന്നെ ഇവിടെ കോൺടാക്ട് ഇൻഫോ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് കാണണോ വേണ്ടിയോ. പിന്നെ മോർ ഡിസ്പ്ലേ സെറ്റിംഗ്സ് അതാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ കാണണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫോ കാണണം, നോട്ടിഫിക്കേഷൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ടാപ്പ് ചെയ്യുക, അപ്പോൾ അണ്ടിക്കായി. ഇനി ബാറ്ററി വേണ്ടി ബാറ്ററി അണ്ടിക്കുക, അങ്ങനെ ഏതൊക്കെ വേണം വേണ്ട എന്നുള്ള കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് ന്യൂ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ദാറ്റ് മീൻസ് ഈ നമ്മൾ ഓൾവേസ് ഡിസ്പ്ലേ ടേൺ ഓൺ ചെയ്യണം, അതിൻ്റെ ഓപ്ഷനാണുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ മോഡിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു ടൈം മുതൽ ഇന്നൊരു ടൈമിന് ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട് ടൈം മുതൽ എൻഡ് ടൈം വരെ മാത്രമാണ് നമ്മൾ ഓൾവേസ് ഡിസ്പ്ലേ കാണിക്കുള്ളൂ. ഇനി എപ്പോഴും വേണമെങ്കിൽ ഇത് ഡിസ്പ്ലേ മോഡ് കൊടുക്കുക, ഓൾ ഡേ കൊടുക്കുക, അപ്പോൾ ഇത് ഫുൾ ടൈം നിങ്ങളുടെ ഓൾവേസ് ഡിസ്പ്ലേ ഓൺ ആയിക്കൊണ്ടിരിക്കും. ബട്ട് ഐ വുഡ് റെക്കമെൻഡ് അത് മീൻസ് പവർ സേവിങ് കൊടുക്കുക. കാരണം ജസ്റ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ഇല്ലല്ലോ ചിലർക്ക്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഓൾ ഡേ കൊടുക്കാം. യു ക്യാൻ കസ്റ്റമൈസ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ. ആൻഡ് ദാറ്റ്സ് ഓൾവേസ് ഡിസ്പ്ലേ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോൺ സൈസ് ആണ്. ഇവിടെ തന്നെ കുറച്ച് ഫോൺ സൈസ് ഉണ്ട്. ഇതിന് അതിന് സൈസസ് കൂട്ടാൻ ഫോൺ സ്റ്റൈൽസ് ആണ് ഓപ്ഷൻ ഉള്ളത് ആദ്യം. ആൻഡ് 2 ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഐക്കൺസ്, ഇത് ഇഷ്ടംപോലെ ഐക്കൺ സ്റ്റൈൽസ് ഉണ്ടോ, അതിൻ്റെ ഐക്കൺസിന് ഇത് സൈസസ്, അതേപോലെ തന്നെ ആപ്പ് നെയിമിൻ്റെ സൈസസ്. ഇനി ആപ്പ് നെയിം കാണിക്കണോ വേണ്ടയോ അങ്ങനത്തെ കസ്റ്റമൈസേഷൻ എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കളേഴ്സ്, ഇപ്പോൾ നോക്കിയറിയാം ഒരു റെഡ് ആണ് കളർ ഇവിടെ വരുന്നത്. ആൻഡ് ഇത് ഇവിടെ കസ്റ്റം കൊടുക്കുക, ഇഷ്ടമുള്ള കളർ ഇത് പച്ച കൊടുക്കുക, പച്ച. ആൻഡ് നൗ യു ക്യാൻ സി ഇൻസ്റ്റൻ്റ് ഇത് ഗ്രീൻ കളർ വന്നിട്ടുണ്ട് ഉണ്ടോ, യു ക്യാൻ സി. സോ അതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ വാൾപേപ്പറായിട്ട് കളർ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കളർ ഉണ്ടാവും. ഏതാണ് വാൾപേപ്പർ കളർ അതനുസരിച്ച് ഒത്തിരി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കളർ പാറ്റേൺ ഒക്കെ വെച്ച് ഇവിടെ കളർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കളർ സെലക്ട് ചെയ്യുക, വാൾപേപ്പേഴ്സ് കളർ സെലക്ട് ചെയ്യാണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ക്വിക്ക് സെറ്റിംഗ്സിൻ്റെ ഐക്കൺ സ്റ്റൈൽ. ഇപ്പോൾ നമ്മുടെ സ്ക്വയർ ആണെങ്കിൽ അത് മാറ്റി ഡീഫോൾട്ട് ആക്കുമ്പോൾ റൗണ്ട് തന്നെ വരും. അത് മാറ്റി വേറെ റോംബസും അങ്ങനെ വിൻഡോ നമുക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഐക്കൺ അൺലോക്കിംഗ് ആനിമേഷൻ ആണ്. ഇപ്പോൾ നോക്കിയറിയാം ഇപ്പോൾ ഒരു ചെറിയൊരു ആനിമേഷൻ കാണാൻ പറ്റുന്നില്ല. ഇനി വേറെ ഇതേപോലത്തെ ആനിമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫിംഗർ. ഇനി എഡ്ജ് ലൈറ്റിനിങ് മീൻസ് ഇൻകമിങ് നോട്ടിഫിക്കേഷൻസ് ഇൻകമിങ് കോൾസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ട് എഡ്ജ് ഉള്ളത് കാരണം നല്ല രസമായിരിക്കും കാണാനായിട്ട്. സോ റെക്കമെൻഡ് ഈ ഒരു ബ്ലൂ കളർ കൂൾ ബ്ലൂൻ്റെ കൂടെ നന്നായിട്ട് ചെയ്യുന്ന നല്ല ഡ്രസ്സായിരിക്കും. ടോട്ടലി ആ ഒരു ഇമേഴ്സീവ് ഫീഡ്ബാക്ക് കിട്ടും. സോ അതാണ് നമ്മുടെ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ. നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീൻ ആണ്. സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് മോഡും അതേപോലെ സ്റ്റാൻഡേർഡ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഉണ്ടോ ഇന്നത്തെ ആപ്പ് ലോഞ്ചർ ഇല്ല. എല്ലാ ആപ്പും ഇങ്ങനെ കിടക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു ഹോം സ്ക്രീനിൽ കസ്റ്റമൈസേഷൻ പിന്നെ ആപ്പ് ലോഞ്ചർ ഇവിടെ ആപ്പ് അങ്ങനെ ഇല്ല. ഓക്കെ, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യും ജസ്റ്റ് മാറ്റിയിട്ട് ഡ്രോയർ മോഡ് ആക്കുക. സോ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കിട്ടും. അപ്ലൈയും കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആപ്പ് ഡ്രോയറിൽ ആപ്പ് എടുക്കാനും പറ്റും. സോ 2 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ഹോം സ്ക്രീൻ മോഡ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ ഐക്കൺ പുൾ ഡൗൺ ജസ്റ്റ് എന്ന ഫീച്ചറാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻ നോക്കി എനിക്കിപ്പോൾ 100 മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈവൺ ഇഫ് എനിക്ക് 100 മോഡ് അത്ര ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഐ നീഡ് ടു ഓപ്പൺ യൂട്യൂബ് ഓപ്പൺ ചെയ്യണം. എൻ്റെ ഒറ്റ കൈ വെച്ചിട്ട് എത്തണം. അതാണ് കേട്ടോ, ഇഷ്ടമുള്ള ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് യൂട്യൂബിൽ കൈ വെച്ചു. നെക്സ്റ്റ് ഉള്ളത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ്റ്റ് ഹോം സ്ക്രീനിലൂടെ ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റാണ്ടോ ചെയ്യണോ, ഇങ്ങോട്ടും അങ്ങോട്ടും ആപ്സ് ഒന്നും റീഅറേഞ്ച് ചെയ്യാൻ പറ്റില്ല.
സോ അതാണ് നമ്മൾ ഹോം സ്ക്രീൻ ഡ്രോപ്പ് ചെയ്യുന്നത്. ഡബിൾ ടാപ്പ് ലോഗിൻ ഓപ്ഷൻ ജസ്റ്റ് ഓൺ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ. ഇപ്പോൾ ഷെൽഫാണ് വരുന്നത്, അത് മാറ്റിയിട്ട് ദാറ്റ് നോട്ടിഫിക്കേഷൻ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ നിങ്ങൾ സ്വൈപ്പ് ഡൗൺ ചെയ്യണം ഇൻസ്റ്റഡ് അതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ഡോർ ആക്സ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ യൂഷ്വൽ നമ്മൾ ഓൾറെഡി കണ്ടൊരു ഫീച്ചറാണ്. പിന്നെ നെക്സ്റ്റ് ഇപ്പം നമുക്ക് നോക്കിയറിയാം താഴെ എത്ര GB അവൈലബിൾ 8+8 1.9 GB അവൈലബിൾ ഉള്ളൂ 16 GB റാം. സോ ഐ വുഡ് റെക്കമെൻഡ് ഡയറക്ട്ലി യു ക്യാൻ ടേക്ക് ദ 16 GB ടു 5 GB വേരിയൻറ്റ്. ഓക്കെ, ആൻഡ് റീസെന്റ് ടാസ്ക് മാനേജറിൽ പോയിട്ട് ഈ ഡിസ്പ്ലേ റാം ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റും എത്ര GB ആണ് യൂസ്ഡ്, ഔട്ട് ഓഫ് എത്ര GB ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആണ്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് യു ക്യാൻ ഹാവ് ദ ലൈറ്റ് മോഡ് ആസ് വെൽ ആസ് ഡാർക്ക് മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ നമുക്കൊരു ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ റെക്കോർഡ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ കളർ മോഡ്. സോ ഈ സ്ക്രീൻ കളർ മോഡ് ഇതിനകത്ത് കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ട്. നമ്മുടെ OnePlus 12R ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമ്മൾ ഇതിനകത്ത് എടുത്ത് കഴിഞ്ഞാൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. വേഴ്സസ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് OnePlus 12R. ഓക്കെ, സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുക പ്രോ മോഡിനകത്ത് പോയി ബ്രില്യൻ്റ് ആയിരിക്കും ഏറ്റവും അടിപൊളി ഓപ്ഷൻ. ആൻഡ് ഇതിനകത്ത് ഒബ്വിയസ്ലി വിവിഡ് തന്നെയാണ് നമ്മൾ OnePlus Nord C4 കിടക്കുന്നത്. സോ ബ്രില്യൻ്റ് അതാണ് ഏറ്റവും മാക്സിമം സാറ്റർഡേ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഐ കംഫോർട്ട് ആൻഡ് സ്ലീപ്പ് എന്ന ഓപ്ഷൻ, അത് നമുക്ക് 2 പേർക്കും ഇവിടെ അവൈലബിൾ ആണ്. ബെഡ് ടൈം മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ഇതിനകത്ത് ബെഡ് ടൈം മോഡൊക്കെ ഉണ്ട്. ഇതിനകത്ത് ബെഡ് ടൈം മോഡൊന്നും ഇല്ല. സോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ 12R. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ നാച്ചുറൽ ടോൺ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് കിട്ടുന്നില്ല CE4. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇമേജ് ഷാർപ്പനർ ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ലോ ക്വാളിറ്റി ഇമേജ് ആൻഡ് വീഡിയോസ് ആണ് കുറച്ച് എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഇമേജ് ഷാർപ്പനർ. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കളർ ബൂസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ നോർമൽ HDR വീഡിയോസ് ആണ്, അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് HDR ആക്കണോ, ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 2 ഓപ്ഷൻ നമ്മുടെ OnePlus Nord C4 ഇല്ല. ഇൻസ്റ്റഡ് OnePlus Nord C4 ബ്രൈറ്റ് HDR വീഡിയോ മോഡ് ഓപ്ഷൻ. ദാറ്റ് മീൻസ് നോർമൽ HDR വീഡിയോസിനെ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്ത് കാണിക്കേണ്ട ഓപ്ഷൻ മാത്രമാണ് നമുക്ക് നമ്മുടെ Nord C4 ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് ക്യാൻ സി നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹൈ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇത് നമ്മൾ 1.5K ഡിസ്പ്ലേ ആയിരുന്നു, കുറച്ചുകൂടെ കൂടുതലുണ്ട്, ഹൈ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഓട്ടോ സെലക്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈ മാത്രമേ ഉള്ളൂ, കാരണം ഇത് LTP ആണ്, ഇത് നോർമലാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഹൈ ആയത് കാരണം 120 Hz അത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആവും. ആൻഡ് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ 60 മതിയെങ്കിൽ 60 യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് സ്പെസിഫിക് അത് ഇവിടെ ഓപ്ഷൻ കിട്ടുന്നില്ല, നമ്മുടെ C4 ഓപ്ഷൻ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആപ്പ് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ മാപ്സ് ഓൾറെഡി നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്ന ആപ്പാണ്. സോ ആ ആപ്പിന് ഡാറ്റ എടുത്ത് നിങ്ങൾ മാറ്റി 60 ആക്കാം. ഈ യൂട്യൂബ് എപ്പോഴും നിങ്ങൾ സ്ക്രോൾ ചെയ്യണം 120 വേണം, അങ്ങനെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ കൺസർവ് ബാറ്ററി ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, സോ ആ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അഡാപ്റ്റീവ് സ്ലീപ്പിൻ്റെ കൂടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാപ്റ്റിക്സ് ആണ് ട്ടോ ഫോൺ വരുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ഹാപ്റ്റിക്സിൽ പോയിട്ട് മാക്സിമം ഹാപ്റ്റിക്സ് ഏറ്റവും മാക്സിമം ആക്കാൻ ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ ഹാപ്റ്റിക് മോട്ടർ വർക്ക്, എസ്പെഷ്യലി ആ ബാക്ക് കടിക്കുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ മോഡ്സ് അവിടെ വരുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം സ്പെഷ്യൽ ഓഡിയോ മോഡ്സ് വരുന്നുണ്ട്. പിന്നെ ഹോളോ ഓഡിയോയുടെ കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയും. ദാറ്റ് മീൻസ് നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു, പക്ഷെ നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓൺ ആയത് കാരണം റിസീവ് ചെയ്തു. പക്ഷേ നിങ്ങൾ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ആ മെസ്സേജ് ഡിലീറ്റഡ് ഫോർ എവരി കൊടുത്തു. നോ നീഡ് ടു വെറി, ജസ്റ്റ് ഇത് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ഇത് ടേൺ വാട്ട് ഹാപ്പൻസ് ഈസ് ഈച്ച് ആൻഡ് എവറി നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ വിത്ത് ദ എക്സാക്ട് ടൈം സ്റ്റാമ്പ് ഇതിനകത്ത് കാണിക്കും. സോ അങ്ങനത്തെ ഒരു കാര്യത്തെ കൂടി ടെൻഷൻ പോലും വേണ്ട. ഇൻസ്റ്റന്റ് എല്ലാ നോട്ടിഫിക്കേഷൻസും വിത്ത് ടൈം സ്റ്റാമ്പ് സഹിതം നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. ഇവിടെ ക്യാമറ UI ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ IQ Neo 9 Pro ഞാൻ എടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് സ്റ്റാർട്ട് നമുക്ക് ജസ്റ്റ് രണ്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് രണ്ടിനും അതിനകത്ത് 0.6x 1x 2x 5x ആൻഡ് മാക്സിമം അപ് ടു 10x 20x വരെ കിട്ടുന്നുണ്ട് ഫോട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് 0.6x 1x 2x ആൻഡ് ലെറ്റ്സ് സി മാക്സിമം. ഓക്കെ, സോ രണ്ടിനും 20x വരെ നമുക്ക് ഡിജിറ്റൽ സൂം പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദെൻ ലെറ്റ്സ് സി ദ ഓപ്ഷൻസ്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. സോ നമുക്ക് ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ, സ്റ്റൈൽസിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സി ഫിൽറ്റേഴ്സ് ഓപ്ഷൻ. ആൻഡ് ഇവിടെ റീടച്ചിങ് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആ ഒരു ഫേഷ്യലിൻ്റെ ആ ഒരു ഇതില്ലേ കളേഴ്സ് കുറച്ചും കൂടെ അത് ആണോ കിട്ടുന്നുള്ളൂ. ഓക്കെ, കുറച്ച് സ്റ്റൈൽസ്, ദാറ്റ് മീൻസ് എക്സ്ട്രാ കുറച്ച് ഉണ്ടോ ഈ മാസ്റ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് വിൻറ്റേജ് സ്റ്റൈൽസിൻ്റെ കുറച്ച് ഓപ്ഷൻ എക്സ്ട്രാ നമുക്ക് IQ Neo 9 Pro കിട്ടുന്നുണ്ട്. അത് നമ്മുടെ 12R മിസ്സിംഗ് ആണ്. നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റിൽ ഓക്കെ യു ക്യാൻ സി ഇവിടെ നമുക്ക് 1x 2x നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒറ്റ മോഡിൽ മാത്രമാണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. പിന്നെ രണ്ടിലും ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സി ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ സി നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സി ഫിൽറ്റേഴ്സ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ അത് മാത്രമല്ല ഇവിടെ ഇഷ്ടം പോലെ സ്റ്റൈൽസിൻ്റെ ഓപ്ഷൻ, അതാണ് മെയിൻ ആയിട്ട്. കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് സ്റ്റൈൽസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡെപ്ത് അതാണ് എനിക്ക് ചിലർക്കത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ്
ഒരു പ്രീ അപ്ലൈഡ് ഫിൽറ്റർ പോലത്തെ സാധനമുണ്ട്. എലോങ് വിത്ത് ദാറ്റ് നമ്മുടെ നോർമൽ ഫിൽറ്ററും വരുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ പക്ഷേ ഈ പോർട്രേറ്റിനകത്ത് ഈ 1x 2x ഉള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഹോണ്ട IQ Neo 9 Pro വീഡിയോ നോക്കുവാണെങ്കിൽ 4K at 60 FPS ആണ് നമ്മുടെ OnePlus 12R വരുന്നത്. വേഴ്സസ് നമുക്ക് ഇവിടെ 8K at 30 FPS വരെ കിട്ടുന്നുണ്ട്. ആൻഡ് 4K at 60 FPS കിട്ടുന്നുണ്ട് IQ Neo 9 Pro. ഇനി വേറൊരു പാട്ടൊന്നും ചെയ്ത് നമുക്ക് ഈ സ്റ്റെബിലൈസേഷൻ ഉണ്ടല്ലോ, ഈവൻ നമുക്ക് ഇതേ 4K വരെ സ്റ്റെബിലൈസേഷൻ സ്റ്റാൻഡേർഡ് കൊടുത്തു. ഈവൻ നോക്കിയറിയാം 4K at 60 FPS വരെ നമ്മുടെ IQ Neo 9 Pro സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ ഗ്രേറ്റ് പാർട്ട്. ആൻഡ് ഈ നമ്മൾ ഇതിനകത്ത് OnePlus 12R സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ അപ്പം തന്നെ 180p at 60 FPS കിട്ടും. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു അടിപൊളിയായിട്ട് തോന്നി നമ്മുടെ IQ Neo 9 Pro. പക്ഷേ ഇതിപ്പോൾ എനിക്ക് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ആണ്. അൾട്രാ സ്റ്റെബിലൈസേഷൻ കിട്ടുമ്പോൾ നേരെ തിരിച്ചത് അതും 180p at 60 FPS പോകും. പക്ഷേ അൾട്രാ സ്റ്റെബിലൈസേഷൻ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഓൾമോസ്റ്റ് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം രണ്ടും അടിപൊളിയാണ്. കുറച്ചും കൂടെ നല്ല സ്പീഡിൽ ഓർഡർ സിനാരിയോസിൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ ആണ്. നോർമൽ നമ്മുടെ ഹാൻഡ് ഹെഡിനകത്തൊക്കെ പക്കയാണ് നമ്മുടെ രണ്ട് ഫോൺസും. ഓക്കെ, പക്ഷേ 4K at 60 FPS അഡ്വാൻറ്റേജ് നമ്മുടെ Neo 9 Pro ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് മോറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 50mm മോഡ്, അതാണ് നമ്മുടെ ഹൈ റെസൊല്യൂഷൻ മോഡ്. ഇവിടെ 50mm മോഡാണ് IQ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പാനോറമിക് മോഡാണ് പാനോ എന്ന് പറയുന്നത്. ആൻഡ് അത് ഇവിടെ പാനോ എന്ന് പറഞ്ഞാൽ കിടക്കാം. പിന്നെ അൾട്രാ എച്ച് ഡോക്യുമെന്റ് മോഡുണ്ട്. സ്ലോ മോഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് അത് രണ്ടുപേർക്കും ഉണ്ട് സ്ലോ മോഷൻ ടൈം ലാപ്സ്, അതാണ് ഹൈപ്പർ ലാപ്സ് എന്ന് പറയുന്നത് ടൈം ലാപ്സ്. പിന്നെ അത് ലോങ് എക്സ്പോഷർ മോഡ് ഉണ്ട്, അതിവിടെ ഉണ്ട് ലോങ് എക്സ്പോഷർ മോഡ്. പിന്നെ സൂപ്പർ മൂൺ മോഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് പ്രോ മോഡ്, ദാറ്റ് മീൻസ് അപ്പേർച്ചർ ISO വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോ മോഡ് ഉണ്ട്. ആൻഡ് ദെൻ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിലിം മോഡ് ഉണ്ട്. ഈ ഫിലിം മോഡിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ തന്നെ കേട്ടോ സംഭവം ഇതൊക്കെ തന്നെ വീഡിയോക്കകത്ത് നമുക്ക് ഇത്രയും സെറ്റപ്പ് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ വീഡിയോയ്ക്കകത്ത് തന്നെ ISO വൈറ്റ് ബാലൻസ് ഷട്ടർ അതേപോലെ സ്റ്റെബിലൈസേഷൻ വേണോ ലോഗ് വേണോ അതങ്ങനത്തെ എല്ലാം കണ്ട് ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡ് ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഫോട്ടോയ്ക്ക് മാത്രമാണ് നമ്മൾ IQ Neo 9 Pro ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ വീഡിയോയ്ക്ക് അത് ഫിലിം മോഡ് ഉള്ളത് കാരണം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആ പ്രോ മോഡ് ഈ നോർമൽ ഫോട്ടോയുടെ പ്രോ മോഡ് ഓൾറെഡി നമ്മുടെ OnePlus 12R സോ ഇറ്റ്സ് എ മാറ്റർ. ഇതിനകത്ത് ഈ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഇച്ചിരി നല്ല രീതിയിൽ OnePlus 12R ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആണെങ്കിൽ IQ Neo 9 Pro വേറെ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ്. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദെൻ അഗെയിൻ ഗോയിങ് ബാക്ക് വേറൊരു ഫീച്ചർ ഉണ്ട്, ദാറ്റ് മീൻസ് ഡുവൽ വ്യൂ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം. അഗെയിൻ ഗോസ് ടു ദ OnePlus 12R. ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയും ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് അത്രയും അടിപൊളിയായിട്ടുണ്ട്. സോ അതൊരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് OnePlus 12R യൂണീക്ക് ആകുന്നത്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 120p at 30 FPS വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ ആണ് IQ Neo 9 Pro. ഇവിടെ 120p at 30 FPS ഉള്ളൂ, പക്ഷേ വിത്ത് സ്റ്റെബിലൈസേഷൻ. പക്ഷേ രണ്ടുപേർക്കും 4K കാണും. 4K at 30 എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ രണ്ടുപേർക്കും 4K at 30 FPS ഇല്ല, വിച്ച് ഇസ് എ ബാഡ് തിങ്. നമുക്ക് ക്വിക്കായിട്ട് OnePlus Nord C4 നോക്കിയാലോ. സോ സ്റ്റാർട്ടിംഗ് ഓഫ് നമ്മുടെ പ്രോ മോഡ് കിട്ടുന്നുണ്ട്, വീഡിയോ മോഡ് കിട്ടുന്നത് അവിടെ 120p at 60 FPS ആണ് സ്റ്റെബിലൈസേഷൻ ഉള്ളത്. ആൻഡ് യു ക്യാൻ സി ടേൺ ഓഫ് ചെയ്യാം. മാക്സിമം 4K at 30 FPS ആണ്. പിന്നെ നമുക്ക് ഫോട്ടോ മോഡ് പോർട്രേറ്റ് മോഡ് സെയിം സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഹൈ റെസൊല്യൂഷൻ മോഡ് ഡുവൽ വീഡിയോ സെയിം തന്നെ, പക്ഷേ ഫിലിം മോഡ് കിട്ടുന്നില്ല. പ്ലസ് 12R അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ വീഡിയോ കിട്ടുന്നത് മീൻസ് മോറിനകത്ത് നമ്മുടെ ഫിലിം മോഡ്, അതായത് മീൻസ് അങ്ങനെ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ OnePlus 12R. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് Nord C4 ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ് പ്രോ മോഡ് അവൈലബിൾ ഉള്ളൂ. സോ ഗൈസ് അത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്വിക്കായിട്ട് OnePlus 12R നമ്മുടെ അതുപോലെ തന്നെ OnePlus Nord C4 OxygenOS 14 ടിപ്സ്, ട്രിക്സ്, ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് വീഡിയോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.